Hello, good evening, Vaibudu Abroad Studies. ഗുഡ് ഈവനിങ്. വൈബഡു അബ്രോഡ് സ്റ്റഡീസ് പോണ ഇതല്ലേ? അതെ വൈബുഡ് അബ്രോഡ് സ്റ്റഡീസ് കൊച്ചി ബ്രാഞ്ചാണ്. ഓക്കെ. ഞാൻ ഈ പുറത്തേക്കൊന്ന് പുറത്ത് പോയി പഠിക്കാനുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് അന്വേഷിക്കാനായിട്ട് വിളിച്ചായിരുന്നു. ചോദിച്ചോളൂ. ഓക്കെ, എന്തായിരുന്നു പേരെന്തായിരുന്നു? എന്റെ പേര് ജോബി. ജോബി. ഓക്കെ ജോബി, നല്ല കാര്യം. പുറത്തുപോയി പഠിക്കാനുള്ള ഒരു തീരുമാനം നല്ലൊരു ഓപ്ഷനാണ്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരുന്നു അറിയേണ്ടത്? ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇത് ഏത് രാജ്യത്താണ് നമുക്ക് പഠിക്കാൻ? എനിക്ക് കൺഫ്യൂഷൻ ആണ്. ഞാൻ എങ്ങോട്ടാ പോകുന്നത് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ സർക്കിളിലൊക്കെ അന്വേഷിച്ചപ്പോ ഈ UK-യിലേക്കാണ് അധികം പേര് പോകുന്നതെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ UK-യിലേക്കൊക്കെ പഠിക്കാനെങ്കിൽ എന്ത് ചെലവ് വരും അതിന്? അതെ UK ഇപ്പൊ ഒത്തിരി പേര് ഓപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. കാരണം ഫീസ് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും, പിന്നെ IELTS വേവ് ഓഫ് കിട്ടും, പിന്നെ മാസ്റ്റേഴ്സ് ആണെങ്കിൽ 1 കൊല്ലത്തെ പ്രോഗ്രാമേ ഉള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചിട്ട് ഒത്തിരി പേര് ഇപ്പൊ UK ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഈ കൺസൾട്ടൻസിയിൽ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ എന്താ പൈസ എത്ര, അതിനുള്ള ഫീസ് ഒക്കെ ചാർജ് ചെയ്യുമോ അതോ? ഇല്ല, നമ്മൾ സർവീസ് ചാർജ് ഒന്നും ഇല്ല. നമ്മൾ അഡ്മിഷനും കൗൺസിലിംഗ്, പിന്നെ ഈ പറഞ്ഞ വിസ അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ സപ്പോർട്ട്, പ്രീ ഡിപ്പാച്ചർ, ട്രാവൽ എല്ലാം നമ്മൾ സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ ജോബി ഓഫീസിലോട്ട് വന്നു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എന്ന് വെച്ചാൽ ഇപ്പൊ സ്റ്റാർട്ടിങ് ആപ്ലിക്കേഷൻ ഇടുന്ന തൊട്ട് നമുക്ക് ഓഫർ വന്ന് നമുക്ക് സ്കോളർഷിപ്പ്, പിന്നെ ട്യൂഷൻ ഫീസ് പേയ്മെന്റ്, ഫോറക്സ്, ഫ്ലൈവെയർ എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്, പിന്നെ ഇനിയിപ്പോ ജോബിക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് അതിന് ലോൺ സപ്പോർട്ട് ഉണ്ട്, എഡ്യൂക്കേഷണൽ ലോൺ സപ്പോർട്ട് ഉണ്ട്. ഓൾമോസ്റ്റ് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ പുറത്തേക്ക് പോണെങ്കിൽ ഈ മറ്റേ ഇതല്ലേ IELTS ഒക്കെ വേണമെന്ന്, അത് അങ്ങനെയൊക്കെ ഉണ്ടോ? IELTS നമുക്ക് പോകാൻ പറ്റുമോ? അതെ നമുക്ക് IELTS വേണം. പക്ഷെ UK-ക്ക് നമുക്ക് IELTS വേവ് ഓഫ് ചെയ്ത് കിട്ടും. അപ്പൊ IELTS ജോബിക്ക് എത്ര ഉണ്ടായിരുന്നു? ഇംഗ്ലീഷിന് എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു മാർക്ക്? ഇംഗ്ലീഷിനാണോ? ഇംഗ്ലീഷിന് എനിക്ക് ഒരു എബോവ് 85 ഉണ്ടായിരുന്നു. ആണല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് IELTS വേവ് ഓഫ് ചെയ്ത് കിട്ടും. +2ന്റെ മാർക്കും പിന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ MOI വെച്ചിട്ടൊക്കെ നമുക്ക് വേവ് ഓഫ് ചെയ്ത് കിട്ടും UK-ല്. ഈവൻ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റീസിൽ വരെ ഉണ്ട് വേവ് ഓഫ് കേട്ടോ. അപ്പൊ ഈ നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ ചിലർക്ക് സ്കോളർഷിപ്പ് ഒക്കെ മേടിച്ച ആൾക്കാർ പഠിക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് സ്കോളർഷിപ്പ് നിങ്ങളുടെ ഇതിൽ കൺസൾട്ടൻസി ഇങ്ങനെ സ്കോളർഷിപ്പ് ഒക്കെ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്? അതെ ഓഫ് കോഴ്സ് നമ്മൾ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ജോബിയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ ജോബി ഓഫീസിലോട്ട് വരുമല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു തരും ഏതൊക്കെ ഡോക്യുമെന്റ്സിൽ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ്, എവിടെയാണ് കൂടുതൽ സ്കോളർഷിപ്പ് എമൗണ്ട് ഉള്ളത്, റസൽ ഗ്രൂപ്പ് മിഡിൽ റാങ്കിങ് യൂണിവേഴ്സിറ്റീസ് എത്ര എമൗണ്ട് വരെ, ഇപ്പൊ നമുക്ക് 10,000 പൗണ്ട് വരെ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. അപ്പൊ ഈ IELTS ഇല്ലാതെ പഠിക്കാന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ IELTS വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ IELTS ഉള്ള ഇതും നിങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ട്രെയിനിങ്? ഓഫ് കോഴ്സ്, ഞാനത് പറയാതിരിക്കാം. നമുക്ക് IELTS കോച്ചിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. IELTS കോച്ചിങ് ഓൺലൈൻ എടുക്കാം. അപ്പൊ ജോബിക്ക് കംഫർട്ടബിൾ ആയിട്ട് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഇപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ ജോബിയുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ ഞാനൊരു ഇതാണ് മറ്റേ മിഡിൽ ക്ലാസ് ഫാമിലിക്കുള്ള വരുന്ന ഒരു ആളാണ്. അപ്പൊ ഈ ഇതിന്റെ ചെലവൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് ഇതിന്റെ ലോണൊക്കെ കിട്ടുമോ? നമുക്ക് പുറത്തേക്ക് പോകാൻ പഠിക്കാനുള്ള ലോണൊക്കെ കിട്ടുമോ? അതെ നമ്മൾ ലോൺ സപ്പോർട്ട് ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇപ്പൊ ജോബിക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു എമൗണ്ട് പാരന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ബാലൻസ് എമൗണ്ട് ആഡ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ ബാക്കിയുള്ള കുറച്ച് എമൗണ്ട് എഡ്യൂക്കേഷണൽ ലോൺ ആണ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റും കേട്ടോ. ലോൺ ഫെസിലിറ്റി നിങ്ങൾ ഉണ്ടല്ലേ നിങ്ങളുടെ കൺസൾട്ടൻസി? അതെ നമുക്ക് അതിനു വേണ്ടി തന്നെ സ്പെഷ്യൽ ടീം ഉണ്ട് കേട്ടോ. അപ്പൊ അവര് പ്രൊവൈഡ് ചെയ്ത് തരും, അവര് ജോബിനെ കോൺടാക്ട് ചെയ്യും, എല്ലാ കാര്യങ്ങളും അവർ സപ്പോർട്ട് ചെയ്ത് തരും ലോണിന് വേണ്ടി. പിന്നെ ഇപ്പൊ ഞാന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കുറച്ച് പേര് പുറത്തൊക്കെ. അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ അവര് ഈ ഗ്രൂപ്പിലെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ അവർ ഫോട്ടോ ഒക്കെ ഇടാറുണ്ട്. പഠിക്കുമ്പോഴൊക്കെ അവര് ഈ പാർട്ട് ടൈം ജോബ് ഒക്കെ പോകുന്നുണ്ട് അവര്. അപ്പൊ അതെങ്ങനെയാണ്? ഞങ്ങൾക്ക് പാർട്ട് ടൈം ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ജോലി പാർട്ട് ടൈം ജോബ് കിട്ടുമോ, അത് ഫുൾ ടൈം ജോബ് കിട്ടുമോ, അങ്ങനെയൊക്കെ ഒന്ന് പറയാമോ? നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കോഴ്സ് എടുത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് അതിന് പാർട്ട് ടൈമിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് ഏരിയയിലോട്ടാണ് ജോബി പോകുന്നത്, ഇപ്പൊ ഔട്ടർ ലണ്ടൻ ആണോ, ഇന്നർ ലണ്ടൻ ആണോ, വെയിൽസ് ആണോ, കാരണം നമുക്ക് ഒത്തിരി അലുമിനി സ്റ്റുഡൻസ് ഉണ്ട്. നമ്മളിലൂടെ ട്രാവൽ ചെയ്ത് പോയ അഡ്മിഷൻ എടുത്ത് പോയ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ അവരുടെ ഹെൽപ്പ് എടുത്ത് കണക്ട് ചെയ്ത് ജോബിക്ക് പാർട്ട് ടൈം അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും കേട്ടോ. അത് കിട്ടുമല്ലേ? അതെ അതാണ് എന്റെ ഒരു ടെൻഷൻ. നമ്മള് ഒരു പക്ഷെ പോയാലും നമ്മൾ അവിടെ സർവൈവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവല്ലോ, നമുക്ക് എക്സ്പെൻസസ് ഒക്കെ ഉണ്ടല്ലോ. മനസ്സിലായി. ഇപ്പൊ ജോബി ചോദിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ എൻഡ് ടു എൻഡ് സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ ഓഫീസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. എന്താ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ അവിടുത്തെ എഡ്യൂക്കേഷന്റെ ഒക്കെ സിസ്റ്റം എങ്ങനെയാണ് ഇവിടുന്ന് കമ്പയർ ചെയ്യുമ്പോൾ? നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ മാസ്റ്റേഴ്സ് അല്ലേ, ഇപ്പൊ ജോബി നോക്കുന്ന മാസ്റ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് 1 ഇയർ പ്രോഗ്രാം ആണ്. 1 ഇയർ പ്രോഗ്രാം 1 കൊല്ലത്തേക്ക് 2 സെമസ്റ്റർ വൈസ് ആയിട്ടാണ്
അവർ ചെയ്യുന്നത്. ഉം, അപ്പോൾ അത് ഇനീഷ്യലി നമ്മൾ ട്യൂഷൻ ഫീസ് നമുക്ക് മൊത്തം ഒന്നും അടച്ചു പോകേണ്ട ആവശ്യമില്ല. ഉം, ഇനീഷ്യലി ഡെപ്പോസിറ്റ് അടക്കാം, ബാക്കിയുള്ള എമൗണ്ട് ട്യൂഷൻ ഫീസിന്റെ 60% അടക്കാം, ഉം. പിന്നെയും ബാലൻസ് ജോബി അവിടെ കംഫർട്ടബിൾ ആയിട്ട് എത്തിയിട്ട് പതുക്കെ അടച്ചാൽ മതി. ഓക്കെ അങ്ങനെയാണ് ഓക്കെ. നമുക്ക് UK എഡ്യൂക്കേഷൻ സിസ്റ്റം മാസ്റ്റേഴ്സ് ഇപ്പൊ ഈ വന്നിട്ട്. നമ്മൾ ഈ അവിടെ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ UK പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാൻ എളുപ്പമാണോ അവിടെ അത്? ഓക്കെ. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാല് ജോബിന് നമുക്കിപ്പോ ഏത് യൂണിവേഴ്സിറ്റിയിലോട്ടാണോ പോകുന്നത് അവിടെ തന്നെ നമുക്ക് ഇന്റർനാഷണൽ കരിയർ വിങ്സ് ഉണ്ട്. ഉം, ഓക്കെ. ഉം, അപ്പോ നമ്മൾ ഇവിടെ നിന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കും കുട്ടികൾ എവിടെ ഉം, പോയിട്ടാണ് യൂണിവേഴ്സിറ്റി പോയിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് എന്നൊക്കെ ഉള്ളത് ഉം, നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഗൈഡ് ചെയ്ത് തരും. സാധാരണ മറ്റുള്ള ഏജൻസീസ് അവർ പറഞ്ഞു തരില്ല എന്താണ് ഇവിടെ നിന്ന് അവര് സ്റ്റുഡൻസിനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു. അതെ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അവിടെ ചെന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരും. ഇപ്പൊ നമ്മളെ വിളിച്ചിട്ട് പറയുവാണെങ്കിൽ നമ്മൾ അത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ അവിടെ നമുക്ക് ഇന്റർനാഷണൽ കരിയർ വിങ്സ് ഉണ്ട്, അവിടെ പോയി രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ കുട്ടികളെ അഡ്വൈസ് ചെയ്യും. ഉം, അപ്പൊ അവര് തന്നെ എങ്ങനെയാണ് ഒരു ഇന്റർനാഷണൽ CV പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഒരു എന്താ പറയാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതൊക്കെ അവര് അവിടെ നിന്ന് ഒരു മോക്ക് എടുത്ത് തരും. ഓക്കെ. അപ്പൊ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ജോബിനുള്ള സപ്പോർട്ട് കിട്ടുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് ജോബ് കിട്ടും. ഇപ്പൊ നിങ്ങളുടെ കൺസൾട്ടൻസിൽ വന്ന എനിക്കിപ്പോ എല്ലാ സപ്പോർട്ടും അതെ നിങ്ങളിപ്പോ അതെ അതെ സ്കോളർഷിപ്പ്, അതെ, എഡ്യൂക്കേഷൻ ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ എല്ലാം സപ്പോർട്ട് ചെയ്ത് എല്ലാം തരും കേട്ടോ. നമുക്ക് സപ്പോർട്ടും ചെയ്തു എൻഡ് തരും. ടു എൻഡ് സപ്പോർട്ട് ഉണ്ട്. നമ്മൾ അതിന് ഒരു രൂപ പോലും മേടിക്കുന്നില്ല. അതിനിപ്പോ ഫീസ് ഒന്നും നിങ്ങൾ ചാർജ് ചെയ്യുന്നില്ലല്ലേ? ഇല്ല ഇല്ല, നമ്മൾ ഒരു സർവീസ് ചാർജും നമ്മൾ സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്ന് നമ്മൾ മേടിക്കുന്നില്ല കേട്ടോ. ഓക്കെ. അപ്പൊ ഉം. ഞാനെന്നോ എനിക്കിപ്പോ നാളെ ഇത്തിരി തിരക്കാണ്. നാളെ കഴിഞ്ഞ് ഞാനപ്പോ ഒന്ന് ആ ഓഫീസിലേക്ക് ഒന്ന് വരാം. അപ്പൊ ആ എന്തോ വന്നോളൂ ഫുൾ വന്നോളൂ. ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരും. എനിക്ക് ആ IELTS അത് ഇത് കാര്യങ്ങളൊക്കെ കുറച്ച് ഡൗട്ട് ഉണ്ട്. എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരാം. പിന്നെ IELTS കോച്ചിങ്, പിന്നെ ഇവിടെ നമ്മൾ പോകുമ്പോൾ എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ആ, ഫീസ് പേയ്മെന്റ് അവിടെ ചെന്നാൽ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ, ട്രാവലിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇവിടെ അത് ഡിസ്കസ് പറഞ്ഞപ്പോഴാണ് ചെയ്യാം. ഈ നമ്മുടെ ഈ യാ കറൻസി ഇതല്ലൊക്കെ അല്ലേ നമ്മൾ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോഴുള്ള അതൊക്കെ കൺവേർഷൻ നമ്മൾ ഇവിടെ നിന്ന് കൺവേർഷൻ. ട്രാവൽ അത് തന്നെ അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരും കേട്ടോ. അതിന് ഫോറക്സ് ഉണ്ട്, നമുക്ക് ഫ്ലൈ വയർ ഉണ്ട്. അപ്പൊ നമ്മൾ അതാത് സമയത്ത് ആ ടീമിനെ സപ്പോർട്ട് ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്ത് പോകുന്നതിന്റെ മുന്നേ തന്നെ കറൻസി ഒക്കെ എല്ലാം റെഡി ആക്കിയിട്ട് പോകുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരും. ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി ശരി. എൻഡ് ടു എൻഡ് സപ്പോർട്ട് ഉണ്ട്. ജോബി ഇവിടുന്ന് ആപ്ലിക്കേഷൻ ഇട്ട് ബാക്കി ഓഫർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ട, പോകുന്ന വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ 100% വിസയും മറ്റേ സപ്പോർട്ട് ചെയ്ത് തരും. ഫ്ലൈറ്റ് എല്ലാം തന്നെ നിങ്ങൾ അതെ അതെ, എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരും കേട്ടോ. ആണല്ലേ? അപ്പൊ ഫ്രീ ആകുമ്പോ ജോബി ഒന്ന് ഓഫീസ് വിസിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് തീർച്ചയായിട്ടും. സംസാരിക്കാം. ഫോണിൽ കൂടി നമുക്ക് ഇങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഓഫീസിൽ വന്നോളൂ. ആ, ഏതെങ്കിലും ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവരായിട്ട് വരാം, ശരി അല്ലെങ്കിൽ ശരി. ജോബിക്ക് എപ്പോ വേണേലും വരാം കേട്ടോ. ഓക്കെ ഓക്കെ. ഞാൻ വരാം. ഓൾ റൈറ്റ്. ഓക്കെ ശരി. ഓക്കെ, താങ്ക് യു. താങ്ക് യു ജോബി.